സാധാരണ നമ്മൾ വീടുണ്ടാക്കുന്ന സമയത്ത് പറമ്പിലാണെങ്കിൽ പറമ്പ് ഇടിച്ചു നിരത്തും, വയലാണെങ്കിൽ വയൽ മണ്ണിട്ട് നികത്തും, ഇനി അതിൽ കുളം ഉണ്ടെങ്കിൽ ആ കുളം തൂർക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് വീടുണ്ടാക്കുക. പക്ഷേ ഇങ്ങനെ വയലും കുളവും ഒന്നും നികത്താതെ തന്നെ പാടത്തൊരു ഇരുനില വീട് ഒരുക്കിയിരിക്കുകയാണ് കോഴിക്കോട്ടെ ഒരു പ്രകൃതി സ്നേഹി. 4 സെന്റ് വയലിൽ കുളം കുഴിച്ച് കുളത്തിൽ കോൺക്രീറ്റ് പില്ലറുകൾ നാട്ടി അതിന് മുകളിലാണ് വീട് നിർമ്മിച്ചത്. മുക്കം മണാശ്ശേരിയിലെ തച്ചോലത്ത് ഗോപാലൻ തന്റെ വീടിന് ചുറ്റുമായി ഔഷധ സസ്യങ്ങളുടെ ഒരു കാടും ഒരുക്കിയിട്ടുണ്ട്. 2017 വനമിത്ര പുരസ്കാര ജേതാവ് കൂടിയാണ് ഈ പൊതുപ്രവർത്തകൻ. നമുക്ക് ആ വീട് കാണാം. റോഡരികിൽ തന്നെയാണ് ഗോപാലൻ ചേട്ടൻ്റെ വീടുള്ളത്. വീട്ടിലേക്കുള്ള വഴിയാണിത്. ഒറ്റനോട്ടത്തിൽ കാട് മൂടിക്കിടക്കുകയാണെന്ന് തോന്നുമെങ്കിലും ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കാനുള്ള യത്നമാണിത്. വയലിലൊരു കുളം, ആ കുളത്തിൽ പില്ലറുകൾ നാട്ടി അതിനു മുകളിൽ ഒരു ഇരുനില വീട്. കഴിഞ്ഞ 25 വർഷം മുമ്പ് ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കാൻ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത് എങ്ങനെയാണ്? അന്ന് ഞാൻ മുക്കം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആ പ്രസിഡൻ്റ് ആയ കാലത്താണ് ഈ വീടുണ്ടാക്കുന്നത്. ആ കാലത്ത് ഒരു സാമ്പത്തിക ഞെരുക്കം വന്ന സമയത്ത് അച്ഛനോട് ഞാൻ വീടിന് സന്ദേശിച്ചു, വീടുണ്ടാക്കാൻ സ്ഥലം. അച്ഛൻ തന്ന സ്ഥലം ഇവിടെ ഒരു 10 സെൻറ്റ് ഭൂമിയാണ്. ഇത് ചതുപ്പ് നിലയായിരുന്നു. അപ്പോൾ അതിൽ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മൾ വീടുണ്ടാക്കുക എന്നാണ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ ചിന്താഗതികൾക്ക് എതിരായിരുന്നു. അപ്പം മണ്ണിടാതെ പിന്നെ വീടുണ്ടാക്കാം, അതിനെന്താ വഴി? അപ്പം ഞാൻ ചിന്തിച്ചു ഒരു കുളം ഉണ്ടാക്കുക. 4 സെൻറ്റ് ഭൂമിയിൽ ഒരു കുളം ഉണ്ടാക്കി. ആ കുളത്തിൽ 15 പില്ലർ കൊടുത്ത് അതിൻ്റെ മുകളിൽ സ്ലാബ് കൊടുത്തിട്ട് അതിന് മുകളിൽ വീടുണ്ടാക്കി. ഇത് മുകളിലേക്ക് പില്ലറൊന്നുമില്ല, മുകളിലേക്ക് മൺകട്ട, ചുടുകട്ട ആണ് ഉപയോഗിച്ചത്. മുഴുവനായിട്ട് മൺകട്ട ഉപയോഗിച്ചുള്ള വീടാണ്. മുകളിൽ ഓടായിട്ടത്. ഇവിടെ ഞങ്ങൾ കൂടാതെ ഒരു പറ്റം പൂമ്പാറ്റകളും വണ്ടുകളും അതുപോലെ തന്നെ പക്ഷികളും അണ്ണാരക്കണ്ണൻ തുടങ്ങിയുള്ള പല ജീവജാലങ്ങളുണ്ട്, കീരിയുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് ഇവരെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഉണരുക, കിളികളുടെ. പിന്നെ നോക്കുമ്പോൾ അണ്ണാരക്കണ്ണനും കാണും. അവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കും, പിന്നെ കുറച്ച് ഭക്ഷണം മത്സ്യങ്ങൾക്ക് കൊടുക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പശുക്കൾക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കാര്യത്തിലേക്ക് ഞങ്ങൾ കിടക്കുക. പിന്നെ രാവിലെ യോഗ ചെയ്യാറുണ്ട്. ഈ വാദംകൊല്ലി, നൊച്ചി, കരുനൊച്ചി, ബ്രഹ്മി, ആടലോടകം തുടങ്ങിയിട്ട് പാറകം, മുരിക്ക്, മുരിങ്ങ, അങ്ങനെ കുറേ ഇനങ്ങൾ, എല്ലാം പേര് പറയാനോ കുറേ ഉണ്ട്. ഒരു 175-180ഓളം ഇനങ്ങൾ ഇപ്പോൾ സംരക്ഷിക്കുന്നുണ്ട്. നക്ഷത്രം വനം എന്ന് പറയുന്നത് നമ്മൾ 27 വൃക്ഷങ്ങൾ. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊന്നാണ് ദശപുഷ്പം. അതിലടങ്ങിയിട്ടുള്ളത് പൂവാങ്കുറുന്തൽ, തിരുതാളി, കുഴിഞ്ഞ, വിഷ്ണുക്രാന്തി, നിലപ്പന, മുയൽച്ചെവി, മുക്കുറ്റി, കറുക, ചെറുള, കഞ്ഞുണ്ണി. ഈ 10 ഔഷധങ്ങൾ. ഇതിലും ആമ്പലുണ്ടാക്കാം, താമര ഉണ്ടാക്കാം, മീൻ വളർത്താം, അതൊക്കെ ഉണ്ട്. ഇവിടെ തോട്, പ്രകൃതിയായ ഒരു തോടുണ്ട്. ഇതാണ് പാടം. അപ്പോൾ തോടും പാടവും കുളവും വീടും കാവും ഈ 5 കൂടിയിട്ടുള്ള ഒരു ശാന്തിവനമാണ് മനസ്സിലുള്ളത്. മുളങ്കൂട്ടങ്ങളും വള്ളിപ്പടർപ്പുകളും കാടും പടലവുമായി ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത ഈ വീട്ടിലേക്ക് പക്ഷേ വിദ്യാർത്ഥികളും ഗവേഷകരുമായി ഒട്ടേറെ സന്ദർശകർ സ്ഥിരമായി എത്താറുണ്ട്. പച്ചപ്പിനെ തൊട്ടറിഞ്ഞുള്ള വ്യത്യസ്തമായ ജീവിതത്തിലൂടെ പുതുതലമുറയ്ക്ക് ഹരിതബോധ്യം പകർന്നു നൽകുകയാണ് ഈ പൊതുപ്രവർത്തകൻ. അനൂപ് CPക്കൊപ്പം മുജീബ് റഹ്മാൻ, മീഡിയ 1, കോഴിക്കോട്.